മനോജാണ് ചാല ചിന്തക്കിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിലാണ് എന്ന ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ LDF ക്യാമ്പുകളെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു വാർത്ത, പേരാവൂരിൽ KK ശൈലജ ലീഡ് ചെയ്യുന്നുണ്ട് എന്നതാണ്. അവിടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇപ്പോൾ പിന്നിലാണ്. പക്ഷേ ഏവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലേക്ക് പോയി എന്ന് പറയുന്ന കാര്യം. കാരണം ധർമ്മടം മണ്ഡലം എന്ന് പറയുന്നത് CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. ധർമ്മടത്തിലെ പഞ്ചായത്തുകളൊക്കെ തന്നെ CPM ഭരിക്കുന്ന പഞ്ചായത്തുകളുമാണ്. അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലേക്ക് പോയിരിക്കുന്നത്. VP അബ്ദുൾ റഷീദ് അവിടെ മുന്നിലെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്താകെ LDF-ന് ഉണ്ടായ തിരിച്ചടി എത്രമാത്രമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിന്നിലേക്ക് പോയ ഈ ഒരു സാഹചര്യം. നിലവിൽ 97 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുകയാണ്. സംസ്ഥാനത്താകെ 100ലേക്ക് കുതിക്കുകയാണ്. വിസ്മയം തീർക്കുകയാണ് UDF സംസ്ഥാനത്ത്. പക്ഷേ വലിയ തകർച്ച നേരിട്ടിരിക്കുന്നു. LDF 38 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ UDF 41 സീറ്റുകളിലാണ് വിജയിച്ചതെങ്കിൽ ഇത്തവണ അതിനേക്കാൾ താഴേക്ക് LDF പോകുന്നു. 38 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത് LDF. NDA-യും വ്യക്തമായ ഒരു ആധിപത്യം പുലർത്തുന്നുണ്ട്. 5 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുന്നുണ്ട്. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ NDA ഇതേ രീതിയിൽ തന്നെ ഒരു മുന്നേറ്റം പ്രകടമാക്കിയിരുന്നു. ആ ഒരു മുന്നേറ്റം ഇപ്പോഴും തുടരുന്നു. കഴിഞ്ഞ തവണ ഒരു സീറ്റും ലഭിക്കാതിരുന്ന NDA ഇത്തവണ 5 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. 98 ഉയർത്തുകയാണ് UDF. സീറ്റുകളുടെ എണ്ണം, ലീഡ് ചെയ്യുന്ന സീറ്റുകളുടെ എണ്ണം 98 ഉയർത്തുകയാണ്. വടകരയിൽ RMP സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി KK രമ ഇത്തവണയും മുന്നിലാണ്. കഴിഞ്ഞ തവണ KK രമ അവിടെ UDF നിന്നോട് വിജയിച്ചതാണ്. ഇത്തവണയും UDF നിന്നോടെയാണ് തന്നെ KK രമ അവിടെ മത്സരിക്കുന്നത്. ഇത്തവണയും KK രമ വടകരയിൽ മുന്നിട്ട് നിൽക്കുകയാണ്. 98 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുകയാണ്. 37 സീറ്റുകളിൽ മാത്രം LDF എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത്രമേൽ തകർച്ച LDF-ന് ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർ പിന്നിലാണ് തെരഞ്ഞെടുപ്പിൽ. മന്ത്രി MP രാജേഷ് തൃത്താലയിൽ, റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ, കളമശ്ശേരിയിൽ P രാജീവ്, ആറന്മുളയിൽ വീണ ജോർജ്, ഇതേ രീതിയിൽ R ബിന്ദു അവർ പിന്നിലാണ്. ഇതേ രീതിയിൽ മന്ത്രിമാർ ഉൾപ്പെടെ പിന്നിലാണ്. പാലായിൽ മാണി C കാപ്പൻ ഇപ്പോഴും മുന്നേറ്റം തുടരുന്നു. അവിടെ പാല എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ കുത്തക സീറ്റ്. എക്കാലവും K മാണി വിജയിച്ചു കയറിയ പാലായിൽ കഴിഞ്ഞ തവണ അട്ടിമറി ജയം നേടിയാണ് അവിടെ മാണി C കാപ്പൻ ജോസ് K മാണിയെ പരാജയപ്പെടുത്തത്. ഇത്തവണയും അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ. വോട്ടെണ്ണൽ ആരംഭിച്ച ഘട്ടം മുതൽ അവിടെ മാണി C കാപ്പൻ ലീഡ് തുടരുകയാണ്. ഇപ്പോഴും മാണി C കാപ്പൻ തന്നെ ലീഡ് ഉയർത്തുകയാണ്. ഒരു ഘട്ടത്തിൽ പോലും ജോസ് K മാണിക്ക് അവിടെ ലീഡ് ഉയർത്താൻ സാധിച്ചില്ല എന്നത് LDF-നെ സംബന്ധിച്ചിടത്തോളം, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ BJP-യെ വലിയ നേട്ടം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ലീഡ് നില ഉയർത്തുകയാണ് അവരുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. നേമം മണ്ഡലത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മുന്നേറ്റം തുടരുകയാണ്. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ ആദ്യഘട്ടം മുതൽ ലീഡ് തുടരുകയാണ്. ഇപ്പോഴും ആ ലീഡ് തന്നെ മുന്നിൽ തന്നെ തുടരുകയാണ് K സുരേന്ദ്രൻ. ഇതേ രീതിയിൽ BJP വലിയ മുന്നേറ്റം തുടരുന്നു. നമുക്ക് കേരളത്തിൽ നിന്ന് മാറി തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ അവിടെ TVK-യുടെ ഒരു മുന്നേറ്റം, വലിയ മുന്നേറ്റം. വിജയ് നേതൃത്വം നൽകുന്ന തമിഴ് വെട്രി കഴകം അവിടെ 97 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. നിലവിലെ ഭരണകക്ഷിയായ DMK 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം തമിഴ്നാട്ടിലും മറ്റ് പുതുച്ചേരി, അസം, വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളിലൊക്കെ തന്നെ NDA-യുടെ ഒരു മുന്നേറ്റവും പ്രകടമാകുന്നുണ്ട്. ഇത്തവണത്തെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നു. LDF-ന് 38 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യാൻ സാധിക്കുന്നത്. അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരൊക്കെ തന്നെ ലീഡ് നിലയിൽ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. LDF ക്യാമ്പുകളെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തിരിച്ചടി ഉണ്ടാവുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ മറികടന്ന് വലിയ തരംഗത്തിലേക്ക് പോവുകയാണ്. UDF വിസ്മയം തീർക്കുകയാണ്. സംസ്ഥാനത്താകെ UDF 97 സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. 5 സീറ്റുകളിൽ NDA-യും ലീഡ് ചെയ്യുന്നുണ്ട്. മന്ത്രിമാർ ഒന്നടങ്കം പിന്നിലേക്ക് പോകുന്നു. LDF കോട്ടകൾ തകർന്നു എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു. മുഖ്യമന്ത്രി ധർമ്മട മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിന്നിലേക്ക് പോയി എന്ന കാര്യം ഏവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. അതേ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. സംസ്ഥാനത്താകെ വലിയ തിരിച്ചടി
വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്ന LDF-ന് ഇത്തവണ UDF-ന്റെ പ്രമുഖരായ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വലിയ ലീഡ് നില ഉയർത്തുകയാണ്. മണലൂരിൽ TN പ്രതാപൻ ലീഡ് ചെയ്യുകയാണ്. തൃക്കരിപ്പൂരിൽ VP മുസ്തഫ LDF സ്ഥാനാർത്ഥി പിന്നിലേക്ക് പോയിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. തൃത്താലയിൽ ഇപ്പോഴും VT ബൽറാം മുന്നിട്ട് നിൽക്കുകയാണ്. തൃത്താലയിൽ VT ബൽറാം UDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുകയാണ്. അവിടെ മന്ത്രി MB രാജേഷ് തുടക്കം മുതൽ തന്നെ പിന്നിലായിരുന്നു. ഇപ്പോഴും അതേ രീതിയിൽ തന്നെ പിന്നിൽ തന്നെയാണ് മന്ത്രി MB രാജേഷ്. ആറന്മുളയിൽ മന്ത്രി വീണ ജോർജ് പിന്നിലാണ്. അവർ ആദ്യഘട്ടത്തിൽ മുന്നേറിയിരുന്നുവെങ്കിൽ പിന്നീട് അവിടെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിയുടെ ഒരു മുന്നേറ്റമാണ് പ്രകടമായത്. അവിടെ ആറന്മുളയിൽ മന്ത്രി വീണ ജോർജ് പിന്നിലാണ്. കളമശ്ശേരിയിൽ മന്ത്രി P രാജീവ് പിന്നിലാണ്. കളമശ്ശേരിയിൽ കഴിഞ്ഞ തവണ UDF-ൽ നിന്ന് പിടിച്ചെടുത്ത സീറ്റാണ് P രാജീവ്. പക്ഷേ ഇത്തവണ അവിടെ UDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുകയാണ്. കളമശ്ശേരിയിൽ ലീഗ് നേതാവ് അവിടെ മുന്നിട്ട് നിൽക്കുകയാണ്. ഇത്തരത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് അടിതെറ്റി എന്ന് പറയേണ്ടി വരുന്ന ഒരു തെരഞ്ഞെടുപ്പായി 2026-ലെ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറുന്ന ഒരു സാഹചര്യം. ഇടത് തുടർഭരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ അത്തരത്തിലുള്ള വാദങ്ങളുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട LDF മുന്നണിക്ക് ഇത്രമേൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് അവരുടെ ക്യാമ്പുകൾ തന്നെ പ്രതീക്ഷിച്ചു കാണില്ല. അത്രമേൽ വലിയ തിരിച്ചടി ജനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു. LDF-ന് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ പ്രതിഫലിക്കുമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനിറങ്ങിയ LDF-ന് അക്ഷരാർത്ഥത്തിൽ വൻ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. അതാണ് നമ്മൾ ഇപ്പോൾ ഏതാണ്ട് വോട്ടെണ്ണൽ ആരംഭിച്ച് ഏതാണ്ട് 2 മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 97 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുകയാണ്. 100-ലേക്ക് കുതിക്കുകയാണ് UDF. പക്ഷേ LDF കിതക്കുകയാണ്. 35 സീറ്റുകളിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. 5 ഇടങ്ങളിൽ BJP-യും ലീഡ് ചെയ്യുന്നുണ്ട്. മനോജ് ഇപ്പോൾ ചാല ചിൻടക്കിൽ നിന്ന് മനോജ് ചേരുന്നുണ്ട്. മനോജ്, മാറി മറയുകയാണോ കണ്ണൂർ ജില്ലയിലെയും മണ്ഡലങ്ങളിലെ ഫലസൂചനകൾ? കമ്മീഷന്റെ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സജീവമായിട്ടുണ്ട്. കണ്ണൂരിന്റെ ഒരു വോട്ടിന്റെ കണക്കിങ്ങനെയാണ്. ഇപ്പോൾ ലഭ്യമായ 11,606 വോട്ട് TO മോഹന് ലഭിച്ചപ്പോൾ 2 റൗണ്ട് പൂർത്തിയായപ്പോഴാണ് ഈ കണക്ക് വന്നിട്ടുള്ളത്. 8,210 വോട്ട് മാത്രമാണ് കടന്നപ്പള്ളി രാമചന്ദ്രന് വന്നിട്ടുള്ളത്. അതായത് 3,396-ന്റെ ശക്തമായ ഒരു ലീഡ് TO മോഹന് വന്നിരിക്കുന്നു. അതായത് ചേലോറ പഞ്ചായത്ത് എന്ന് പറയുന്നത് LDF-ന് ഏറ്റവും ശക്തമായ ഒരു കേന്ദ്രമാണ്. കഴിഞ്ഞ 2021-ൽ അവിടെ 1,800-ഓളം വോട്ടിന്റെ ലീഡ് LDF-ന് ലഭിച്ച സ്ഥലത്താണ് ഇപ്പോൾ അവിടെ 3,000-ലധികം വോട്ടിന്റെ ലീഡ് ഇപ്പോൾ TO മോഹൻ നേടിയത്. അപ്പോൾ കണ്ണൂരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. കണ്ണൂരിൽ TO മോഹനൻ വിജയത്തിലേക്ക്, TO മോഹനൻ കണ്ണൂരിന്റെ MLA ആയി എത്തും എന്ന് നമുക്ക് ആദ്യം പറയാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. കണ്ണൂരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചും പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം. കാരണം ഈ ചേലോറ മേഖലയിൽ അവിടെ ലീഡില്ലെങ്കിൽ LDF-ന് ഒരു തരത്തിലും തിരിച്ചു വരാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. അവിടെ ഇപ്പോൾ TO മോഹൻ ലീഡ് നേടി എന്ന് പറയുന്നത് കണ്ണൂരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നതാണ്. എന്തായാലും കണ്ണൂരിൽ TO മോഹനൻ വിജയത്തിലേക്ക് എന്ന് നമുക്ക് ബ്രേക്കിംഗ് ന്യൂസ് തന്നെ കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. വോട്ട് നില ഒരിക്കൽ കൂടി 11,606 വോട്ട് TO മോഹന്, 3,396 വോട്ടിന്റെ ലീഡ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് C രഘുനാഥ് എത്ര വോട്ട് നേടുന്നു എന്നുള്ളത്. C രഘുനാഥ് ഇപ്പോൾ 2,000
2207 വോട്ട് സി രഘുനാഥ് നേടിയിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വോട്ട് സി രഘുനാഥും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ വോട്ട് നഷ്ടം സംഭവിച്ചത് LDF-നാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം കണ്ണൂരിൽ വന്നിരിക്കുന്നു. കണ്ണൂരിൽ ടിഒ മോഹനൻ 3000-ലധികം വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. വിജയം ഏതാണ്ട് ഉറപ്പിക്കുന്ന ഒരു ലീഡ് തന്നെയാണ് അതെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. മറ്റൊരു വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം നടന്ന മണ്ഡലം അഴീക്കോടാണ്. അഴീക്കോട് മണ്ഡലത്തിന്റെ ഒരു 2 റൗണ്ടിലേക്ക് വരുമ്പോൾ, അതായത് അഴീക്കോട് പഞ്ചായത്തിന്റെ ഒരു വോട്ട് എണ്ണുമ്പോൾ 1436 വോട്ടിന്റെ ലീഡ്. ഇത് പക്ഷേ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വളരെ കുറവാണെങ്കിൽ കൂടി LDF പ്രതീക്ഷിച്ചതിലും കൂടുതലാണ്. 500 വോട്ടിന്റെ ലീഡൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അവിടെ 1436 വോട്ടിന്റെ ലീഡ് KV സുമേഷിന് ലഭിച്ചിട്ടുണ്ട്. ഇതൊരു സൂചന എന്നുള്ള രീതിയിൽ തന്നെ LDF കാണുന്നു. അതായത് LDF-ന് അഴീക്കോട് നിലനിർത്താൻ കഴിയും എന്ന് തന്നെ അവർ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള അട്ടിമറി ഒന്നും നടന്നില്ലെങ്കിൽ അഴീക്കോട് നേരിയ വോട്ടിനെങ്കിൽ കഴിഞ്ഞ തവണത്തെ 6000-ഓളം വോട്ടിന്റെ ലീഡ് ഉണ്ടായില്ല എങ്കിൽ കൂടി ചെറിയ വോട്ടിനെങ്കിലും ജയിച്ചു കയറാൻ കഴിയും എന്നുള്ള ഒരു സൂചന വരുന്നു. കാരണം 3000-ഓളം വോട്ടിന്റെ കുറവ് ലീഡിൽ ഇപ്പോൾ തന്നെ ഈ അഴീക്കോട് പഞ്ചായത്ത് എണ്ണുമ്പോൾ ആദ്യത്തെ 2 റൗണ്ടിൽ തന്നെ LDF-ന് സംഭവിച്ചു കഴിഞ്ഞു. അതായത് കിട്ടിയ വോട്ടിന്റെ കണക്കിങ്ങനെയാണ്. 6165 വോട്ടാണ് KV സുമേഷിന് കിട്ടിയത്. അഡ്വക്കേറ്റ് കരീം ചേലേരിക്ക് 4729. ഇത് കഴിഞ്ഞ തവണ KM ഷാജിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടാണ് അഡ്വക്കേറ്റ് കരീം ചേലേരിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് പ്രതീക്ഷ കൈവിടാൻ ഇപ്പോഴും UDF-ന് കഴിയില്ല. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് അഴീക്കോട് പോകുന്നു. പക്ഷേ കണ്ണൂരിന്റെ കാര്യം അങ്ങനെയല്ല. UDF വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കും എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ നമുക്ക് പുറത്തു പറയാൻ കഴിയുന്നത്. എന്തായാലും മട്ടന്നൂരിൽ വലിയ ലീഡിലേക്ക് തന്നെ പോകുന്നു VK സനോജ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയും പ്രതീക്ഷിച്ചത്, അതായത് കഴിഞ്ഞ തവണത്തെ ലീഡ് എന്തായാലും VK സനോജിന് ഉണ്ടാകില്ല. 60,000-ഓളം വോട്ടിന്റെ ലീഡ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ആ ലീഡിലേക്ക് പോകില്ല. ഇപ്പോൾ ആകെ 10,000-ഓളം വോട്ടുകൾ എണ്ണിയപ്പോൾ 1000-ലധികം വോട്ടിന്റെ ലീഡാണ് LDF-നുള്ളത്. ഇത് LDF പ്രതീക്ഷിച്ചതിലും വളരെ കുറവാണ്. എന്തായാലും വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമൊന്നുമില്ല. അവിടെയും കല്യാശ്ശേരി വലിയ ലീഡിലേക്ക് പോകുന്നുണ്ട്. അവിടെ 5282 വോട്ടിന്റെ ലീഡ് നേടിക്കഴിഞ്ഞു M വിജിൻ. എന്തായാലും ഈ രീതിയിൽ, അതായത് കണ്ണൂരിൽ വലിയൊരു അട്ടിമറിക്കൊന്നും സാധ്യതയില്ലാത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. തളിപ്പറമ്പിലും അതോടൊപ്പം തന്നെ പയ്യന്നൂരിലുമൊക്കെ LDF സ്ഥാനാർത്ഥികൾ തന്നെ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായും ധർമ്മടത്ത് നിന്നാണ് ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നിട്ടുള്ളത്. പിണറായി വിജയൻ പിന്നിൽ എന്ന് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും എന്ന് അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് നമ്മളോട് പറഞ്ഞിരുന്നു. അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. അപ്പോൾ UDF കണക്കുകൂട്ടിയ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. UDF-ന് അനുകൂലമായ ഒരു തരംഗം സംസ്ഥാനത്ത് ആഞ്ഞടിക്കുന്നു. അത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം തന്നെയാണ് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. അർജുൻ, പിന്നിൽ തന്നെയാണോ? അർജുൻ, മനോജ് കേൾക്കാമെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പോഴും ധർമ്മടത്ത് പിന്നിൽ തന്നെയാണോ? ധർമ്മടത്ത് പിന്നിൽ തന്നെ 2500-ഓളം വോട്ടുകൾക്ക് പിന്നിൽ എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ കണക്ക് അല്പസമയത്തിനകം തന്നെ പുറത്തുവരും. ഇതിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് അല്പസമയത്തിനകം തന്നെ കാണാൻ കഴിയും. ഏതായാലും ചെമ്പിലോട് പഞ്ചായത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്താണോ സംഭവിച്ചത് അതേ രീതിയിൽ തന്നെയുള്ള ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം സംഭവിച്ചിരിക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. 2500-ലധികം വോട്ടുകൾക്ക് പിണറായി വിജയൻ പിന്നിൽ നിൽക്കുക എന്ന് പറയുന്നത് ഈ സംസ്ഥാന സർക്കാരിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരം എന്നുകൂടി നമുക്ക് ചേർത്ത് വായിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം എന്നതിനപ്പുറത്തേക്ക് ഭരണവിരുദ്ധ വികാരവും സംസ്ഥാനത്ത് ആഞ്ഞടിക്കുകയാണോ എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം ധർമ്മടത്ത് നിന്ന് വരികയാണ് എന്നുള്ളത് ഏവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും തുടർ ഭരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പിണറായി വിജയൻ എല്ലാ ഇളവുകളും നൽകിക്കൊണ്ട് പിണറായി
വിജയനെ വീണ്ടും ധർമ്മടത്ത് മത്സരിപ്പിക്കാൻ LDF തീരുമാനിച്ചത്. അത് തെറ്റായ ഒരു തീരുമാനമായിരുന്നു എന്ന് പോലും ചിന്തിപ്പിക്കേണ്ടി വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പിണറായി വിജയൻ പിന്നിൽ എന്നുള്ള വാർത്ത വരുന്നത് നേരത്തെ നമ്മളോട് UDF നേതാക്കൾ പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് തന്നെ പറഞ്ഞിരുന്നതാണ്. നിങ്ങൾക്ക് ഉറപ്പായും കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു വാർത്ത എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് യാഥാർത്ഥ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ഫലം സംസ്ഥാനത്ത് വരാൻ പോകുന്നു എന്നതിന്റെ സൂചനകൾ വരികയാണ്. സംസ്ഥാനത്താകെ UDFന് അനുകൂലമായ ഒരു തരംഗം അലയടിക്കുന്നു. അത് ഭരണവിരുദ്ധ തരംഗമായി മാറുകയാണോ എന്നതിന്റെ സൂചനയാണ് ധർമ്മടത്തിൽ നിന്ന് നമുക്ക് കേൾക്കാനും കാണാനും കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള അട്ടിമറിക്കൊന്നും ഇനി സാധ്യതയില്ല. പക്ഷേ ഈ ലീഡ് കൊണ്ടൊന്നും UDFന് അവിടെ ജയിക്കാൻ കഴിയും എന്നതിൻ്റെയൊക്കെ നമ്മൾ പോകുന്നില്ല. കാരണം അവസാന റൗണ്ടിലേക്കൊക്കെ പോകുമ്പോൾ CPMന്റെ നെടും കോട്ടകളിലേക്കാണ് വോട്ടെണ്ണൽ പോകുന്നത്. അവിടെ എന്തായാലും പിണറായി വിജയന്റെ ഭൂരിപക്ഷം അതൊരു 10,000-ൽ താഴെ അല്ലെങ്കിൽ 10,000-ലും 11,000-നും ഇടയിൽ 15,000-നും ഇടയിലൊക്കെ ആകും എന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ